പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ജെ.ഡി.എസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ജെ.ഡി.എസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഓരോ ആഴ്ചയിലും ഏതാണ്ട് 50ഓളം കറണ്ട് അഫേഴ്സ് ആണ് ഈ ചാനലിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. എല്ലാ ഞായറാഴ്ചയും 20ഓളം ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് എത്രത്തോളം നമ്മൾ കറണ്ട് അഫേഴ്സിൽ അപ്ഡേറ്റഡ് ആണെന്ന് അറിയുന്നതിനുള്ള ഒരു ബെസ്റ്റ് മാർഗമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഇന്ന് പോകുന്നു. കാരണം എക്സാംസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ഡേഷൻസിനുള്ള താല്പര്യം കൂടുകയുള്ളൂ. നമുക്ക് എക്സാംസ് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യില്ല. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് അറിയുന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് എക്സാംസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ടെസ്റ്റുകൾ. ജൂലൈ 11 മുതൽ ജൂലൈ 17 വരെയുള്ള കറണ്ട് അഫേഴ്സിൽ നിന്ന് 20ഓളം ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് ഇവിടെ പ്രസന്റ് ചെയ്യുകയാണ്. ഈ കറണ്ട് അഫേഴ്സിൽ നിന്ന് നമ്മൾ എത്രത്തോളം അപ്ഡേറ്റഡ് ആണെന്ന് അറിയാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. നെയിം ഓഫ് ദ കേരള ഗവൺമെന്റ് ഓർഗനൈസേഷൻ ടച്ച്ഡ് മോർ ദാൻ 1 മില്യൺ ഫോളോവേഴ്സ് ഓൺ ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാമിൽ 1 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സിനെ സ്പർശിച്ച കേരള സർക്കാർ സ്ഥാപനത്തിന്റെ പേര്? കേരള പോലീസ്. Question number 2. Name of the Indian photojournalist who works for Reuters who was killed in Kandahar on 16th July 2021. 2021 ജൂലൈ 16 കണ്ടഹാറിൽ കൊല്ലപ്പെട്ട റോയിട്ടേഴ്സിനായി പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റിന്റെ പേര്? ഡാനിഷ് സിദ്ദിഖി. Question number 3. India's first green ATM has been set up in which city? ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM ഏത് നഗരത്തിലാണ് സ്ഥാപിച്ചത്? ഗുഡ്ഗാവ്. Question number 4. Which state is going to launch the Matru-Kavacham campaign to vaccinate pregnant women? ഗർഭിണികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ ഏത് സംസ്ഥാനമാണ് മാതൃകവചം ക്യാമ്പയിൻ ആരംഭിക്കുന്നത്? കേരള. Question number 5. Which supersonic missile failed in a test fire which was conducted by DRDO on July 12, 2021? 2021 ജൂലൈ 12 DRDO നടത്തിയ പരീക്ഷണ വിക്ഷേപണത്തിൽ ഏത് സൂപ്പർസോണിക് മിസൈൽ പരാജയപ്പെട്ടു? ബ്രഹ്മോസ്. Question number 6. Which biopharmaceutical company reached a partnership agreement with Russia to manufacture Sputnik 5 in India? ഇന്ത്യയിൽ സ്പുട്നിക് 5 നിർമ്മിക്കാൻ റഷ്യയുമായി പങ്കാളിത്ത കരാറിലെത്തിയ ബയോഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഏതാണ്? Serum Institute of India. Question number 7. Which state government has collaborated with Google to launch a real-time bus tracking system? ഏത് സംസ്ഥാന സർക്കാരാണ് ഗൂഗിളുമായി സഹകരിച്ച് ഒരു തത്സമയ ബസ് ട്രാക്കിംഗ് സംവിധാനം ആരംഭിക്കുന്നത്? ഡൽഹി. Question number 8. For which project ISRO successfully conducts a long duration hot test of Vikas engine? വികാസ് എഞ്ചിന്റെ ദീർഘകാല ഹോട്ട് ടെസ്റ്റ് ഏത് പ്രൊജക്ടിനായി
ISRO വിജയകരമായി നടത്തിയത്? Gaganyaan project. Question number 9. Which payment system has been barred by RBI from issuing credit and debit card to customers with effect from July 22? ജൂലൈ 22 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഉപയോക്താക്കൾക്ക് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് നൽകുന്നതിൽ നിന്ന് RBI തടഞ്ഞ പേയ്മെന്റ് സംവിധാനം ഏതാണ്? മാസ്റ്റർകാർഡ് ഏഷ്യ പസഫിക്. Question number 10. Who became the third Indian origin tennis player to win Wimbledon boys singles? വിംബിൾട്ടൺ ആൺകുട്ടികളുടെ സിംഗിൾസ് നേടിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജനായ ടെന്നീസ് കളിക്കാരൻ ആരാണ്? സമീർ ബാനർജി. Question number 11. Which state chief minister has announced ex gratia of rupees 5 lakh each to the family of those killed in lightning strikes? ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് മിന്നലാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം സഹായം പ്രഖ്യാപിച്ചത്? രാജസ്ഥാൻ. Question number 12. Against the construction of which dam in Karnataka, the Tamil Nadu legislature unanimously passed a resolution on 12th July. കർണാടകയിൽ ഏത് അണക്കെട്ടിന്റെ നിർമ്മാണത്തിനെതിരെ ജൂലൈ 12-ന് തമിഴ്നാട് നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയത്? മേഘദത്തു. Question number 13. Who became the new Prime Minister of Nepal after the intervention of Nepal's Supreme Court? നേപ്പാളിലെ സുപ്രീം കോടതിയുടെ ഇടപെടലിന് ശേഷം ആരാണ് നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രിയായത്? ഷേർ ബഹാദൂർ ദൂബ. Question number 14. What is the record percentage of passes in the Kerala SSLC exam 2021? കേരള SSLC പരീക്ഷ 2021 വിജയ ശതമാനം എത്രയാണ്? 99.47%. Question number 15. After taking over Mumbai International Airport, which organization has become India's largest airport operator? മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം ഏറ്റെടുത്ത ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഓപ്പറേറ്ററായി മാറിയ സംഘടന ഏതാണ്? അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡ്. Question number 16. Which state hosted the SCO Foreign Ministers meeting on July 14, 2021? 2021 ജൂലൈ 14-ന് SCO വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ആതിഥേയം വഹിച്ച നഗരം? ദുഷാൻബെ. Question number 17. The concept of observing July 15 as National Plastic Surgery Day in India was first introduced by whom?
ജൂലൈ 15-ന് ദേശീയ പ്ലാസ്റ്റിക് സർജറി ദിനമായി ആചരിക്കുക എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഡോക്ടർ എസ് രാജ, സഭാപതി. Question number 18. Name of the 8 Catholics of the East and Supreme Head of the Malankara Orthodox Syrian Church passed away on 12th July 2021. 2021 ജൂലൈ 12-ന് അന്തരിച്ച മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭയുടെ പരമോന്നത തലവന്റെ പേര്? ബാസിലിയോസ് മാർത്തോമ്മ പൗലോസ് II. Who is the recipient of 3 National Film Awards for Best Supporting Actress in Tamas, Mamo and Badaiho, who passed away on July 16, 2021? 2021 ജൂലൈ 16-ന് അന്തരിച്ച തമാസ്, മാമോ, ബദായ്ഹോ എന്നിവകളിൽ മികച്ച സഹനടിക്കുള്ള 3 തവണ ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ വ്യക്തിയുടെ പേര്? സുരേഖ സിക്രി. Question number 20. The Kerala government has altered the Merit Cum Means scholarship for minority community students based on which proportion? ഏത് അനുപാതത്തെ അടിസ്ഥാനമാക്കിയാണ് കേരള സർക്കാർ ന്യൂനപക്ഷ സമുദായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിൽ മാറ്റം വരുത്തിയത്? Based on the 2011 census. നമ്മളിന്ന് 20ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇന്ന് ഒരു ടെസ്റ്റിലൂടെ നമ്മളുടെ അപ്ഡേഷൻസ് ഒന്നുകൂടി നമ്മൾ ഉറപ്പുവരുത്തിയത്. ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ്, ഇതിലെ പോരായ്മകളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഒരുപക്ഷെ നിങ്ങളുടെ കമൻസ് അത് ഞങ്ങൾക്ക് ഒന്നുകൂടി ബെറ്റർ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമുക്ക് വീണ്ടും അടുത്ത ഞായറാഴ്ച കാണാം. അതേപോലെ തന്നെ ഓരോ ദിവസവും ഞങ്ങൾ തരുന്ന കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും വരുന്ന ഓരോ പരീക്ഷകളിലും നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും എന്ന് നല്ല ഉറപ്പുണ്ട്. താങ്ക് യു വെരി മച്ച്.